ഇത് നൈനിറ്റാലിൻ്റെ മാൾ റോഡ് എൻട്രിങ് സ്ഥലമാണ്. അവിടെയാണ് ഈ എക്കോ കേവ് പാർക്ക് എന്നുള്ള ആ ഒരു സംഭവം ഉള്ളത്. ഇവിടെ ശരിക്കും മാൾ റോഡ് എൻട്രിയാണ്. ഈ മാൾ റോഡിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാം എക്കോ കേവ് പാർക്ക് എന്ന് പറഞ്ഞാൽ കാണാം. എക്കോ പാർക്കിൽ കയറി കഴിഞ്ഞാൽ മുതിർന്നവർക്ക് 100 രൂപ, കുട്ടികൾക്ക് 60 രൂപയാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്ത് കയറാം. എല്ലാ ദിവസവും ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞായറാഴ്ച വരെ ഉണ്ട്. അല്ലാത്ത ദിവസങ്ങൾ, പൊതു അവധിയുള്ള ദിവസങ്ങൾ, വേറെയുള്ള ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവധി വരിക. ഞാൻ നേരത്തെ വയ്ക്കുമ്പോൾ കയറാൻ നോക്കിയപ്പോൾ അന്ന് അവധിയായിരുന്നു. അതുകൊണ്ട് ഇതിനു വേണ്ടി മാത്രമായിട്ട് വന്നതാണെന്ന്. ഇത് നാച്ചുറലി ആയിട്ട് തന്നെ ഉണ്ടായ ഗുഹകളാണ്. അതായത് കല്ലുകൾ വന്ന് കൂടി ഗുഹ അങ്ങ് സംഭവിച്ചു പോയതാണ്. ഈ ഒരു ഏരിയയിൽ കുറേ ഗുഹകളുണ്ട്. അത് നാച്ചുറലായിട്ട് തന്നെ മൃഗങ്ങൾ താമസിക്കാൻ തിരഞ്ഞെടുത്താണ്. അതിൽ പുലി, കടുവ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഈവൻ നമ്മുടെ ബാറ്റ്സ്, ഫ്ലൈയിങ് ഫോക്സ്, അങ്ങനെ കുറേ 6 ഗുഹകളുണ്ട് ശരിക്കും ഇവിടെ. അപ്പോൾ ഇത് നമ്മൾ എൻട്രൻസ് ആണ് കയറി വരുന്നത്. ഇതൊരു ഗാർഡനായിട്ട് അവർ ഫോം ചെയ്യിച്ചു. നാച്ചുറൽ കേവ് ഗാർഡൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തന്നെയാണ് ഫോം ചെയ്തത്. ഒന്ന് ഒരു അര ദിവസം കാണാനുള്ളതൊക്കെ ഉണ്ട്. പയ്യെ പോയി എല്ലാ ഗുഹകളും കയറി ഇറങ്ങുകയാണെങ്കിൽ അര ദിവസത്തേക്കുള്ളൊരു കാഴ്ചയുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഗാർഡുണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് പുള്ളി പറഞ്ഞു തരും. ഒന്ന് റൗണ്ട് അടിച്ച് വരാനുള്ളൊരു സ്ഥലമാണ്. ഒരു സ്ഥലത്തൂടെ പോയിട്ട് റൗണ്ട് അടിച്ച് എല്ലാ ഗുഹകളും കയറി അപ്പുറത്തോട്ട് കയറി വരാം. ഒരു ക്യാൻറ്റീനായിരിക്കും അവസാനം ഉള്ളത്. അവിടെ അങ്ങനെ പോവാം. ചെറിയൊരു ഫൗണ്ടാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ എല്ലാം ശിവപൂജയാണ്. ഇവിടെ എല്ലാവരും ഉത്തരാഞ്ചൽ മുഴുവനും ഭയങ്കര ഭക്തി നിറഞ്ഞൊരു ഏരിയയാണ്. യു പി പോലെ തന്നെ. യു പിയുടെ അത്ര ഇല്ലെങ്കിലും ഭക്തി കാര്യത്തിൽ അത്ര അധികം പിന്നോട്ടൊന്നുമില്ല. സോ ഒരു നല്ലൊരു അനുഭവമാണ് ഇവിടെ വരികയാണെങ്കിൽ. നൈനിറ്റാൽ വരികയാണെങ്കിൽ ഇവിടെ അങ്ങനെ കണ്ടുപോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. चलिए सर, आप यहाँ से जाना, वे टू केव लिखा है। यहाँ से लेफ्ट, नीचे आके राइट। वहाँ पर 2 केव हैं सर। केव आपस में कनेक्टेड है सर। पहले आप टाइगर में जाना सर, लेफ्ट लोगे पैंथर में आ जाओगे। पैंथर का आएगी टाइगर के सामने आएगा। ये सर आप 4 लेफ्ट में चले जाना। लेफ्ट में भी 4 केव है, ये आपस में कनेक्टेड है। पहले टाइगर में जाना सर, ना पैंथर में, पॉकेपाइन में जाना। पॉकेपाइन में जाना, फिर बैट्स में जाना, फिर फ्लाई फॉक्स में, और फिर लास्ट में एप्स केव आता है। का है। हाँ, वो एक साथ कनेक्टेड है सर। कुल मिलाकर 6 केव है ना? 6 केव है। ये नेचुरल केव है। और ये करके एप्स केव करके ऊपर टॉप में जाना, कैंटीन फोटोग्राफी करते सर यहीं पे आओ। इधर ही आएगा। हाँ, पूरे एक सर्कल में है। तो हर दिन एक बुलाए, नहीं तो ये एक दिन हॉलिडे है इसको? हॉलिडे है ऐसा कुछ नहीं? ना रोज खुला रहेगा। हर रोज खुला है। 5 बजे तक। हाँ, 5 सुबह 9 बजे शुरू करेगा। सुबह 10 बजे। 10 बजे 10 to 5। ഓക്കെ താങ്ക് യു. ഇത് എക്കോ കേവ് എന്ന് പറയുന്നതാണ് നൈനിറ്റാലിൽ മല്ലി ഏരിയ എന്ന സ്ഥലത്താണ് ഇത് വരുന്നത്. കാലിഗുണ്ടി റോഡ് എന്ന് പോകുന്ന ആ വഴിയുടെ സ്ഥലത്താണ് ഇതെല്ലാം വരുന്നത്. ഇവിടെ ഇത് ശരിക്കും നാച്ചുറലായിട്ട് ഫോം ചെയ്ത ഒരു കേവാണ്. നാച്ചുറലായിട്ട് ഒരു കേവല്ല, ഒരു 6 കേവ് ഉണ്ട് എൻ്റെ ഉള്ളിൽ. ഇതിലിപ്പോൾ ഇങ്ങനെ പറഞ്ഞ പോലെ തന്നെ സ്ക്വിറൽ കേവ് ഉണ്ട്, പാന്തർ കേവ് ഉണ്ട്, ടൈഗർ കേവ് ഉണ്ട്, പിന്നെ ഫ്ലൈയിങ് ഫോക്സ് കേവ് ഉണ്ട്. അങ്ങനെ 6 കേവ് ഉണ്ട്. നാച്ചുറൽ ഫോം ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് പറഞ്ഞത്. നാച്ചുറലായിട്ട് തന്നെ കേവ് ഫോം ചെയ്യുന്നു ഇവിടെ തന്നെ. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ഗാർഡനും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ മെയ്ഡല്ല പലതും. എല്ലാം നാച്ചുറലായിട്ട് തന്നെ ഉണ്ടായ സംഭവങ്ങൾ തന്നെയാണെല്ലാം. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വഴിക്ക് പോയപ്പോൾ എനിക്കിവിടെ കയറാൻ പറ്റില്ല. കാരണം ഞാൻ ഫസ്റ്റ് നൈറ്റിൽ വന്ന സമയത്ത് ഇവിടെ ശരിക്കും ഹോളിഡേ ആയിരുന്നു, പബ്ലിക് ഹോളിഡേ. സാധാരണ അവർക്ക് ഹോളിഡേ ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ അന്നെന്തോ ഒരു ഹോളിഡേ ഉണ്ടായിരുന്നു, പബ്ലിക് ഹോളിഡേ ആയിരുന്നു മാത്രം. ഞായറാഴ്ചകളും എല്ലാ ദിവസവും ഇവിടെ തുറന്നിരിക്കുന്നത്. രാവിലെ 10 തൊട്ട് 5 മണി വരെയാണ്. ഒരാൾക്ക് അഡൽട്ടിന് 100 രൂപയാണ്. പിന്നെ കുട്ടികൾക്ക് ഇത്തിരി കുറവാണെന്ന് തോന്നുന്നു. ഞാൻ നമ്മളിപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ കണ്ടിരുന്നല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ടൈഗർ കേവിലും പാന്തർ കേവിലൊക്കെ പോയിട്ട് നേരെ പോകാൻ പോവാണ്. ഓക്കെ, നമുക്ക് പോയി നോക്കാം. ഇത് എക്കോ കേവിൻ്റെ മാപ്പാണ്. ഇതിൽ ഏത് വഴിക്ക് പോകണമെന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് ഗുഹകളുടെ ഒരു കളിയാണെന്ന് തന്നെ പറയാം. അതായത് ഒരു ഗുഹ കഴിഞ്ഞാൽ വേറെ ഗുഹകൾ എങ്ങനെയാണ് ശരിക്കും നമ്മൾ ഈ കഥയിൽ വായിച്ച ഗുഹയൊന്നും അല്ല. ശരിക്കും പോയി കണ്ടു കഴിഞ്ഞാൽ ശരിക്കുള്ള ഗുഹ തന്നെയാണ്. ഇഴഞ്ഞ് നീങ്ങേണ്ട ഓരോ സ്ഥലങ്ങൾ വരെ ഉണ്ട്. ഇവിടെ നമുക്കൊരു ബുൾ റൈഡ് കാണാം. ഇവിടെ ഒന്നും ആരും വന്ന് ചെയ്ത് കണ്ടിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ പല സ്ഥലങ്ങളിൽ ഈ ബുള്ളിങ്ങനെ വെറുതെ ഇരിക്കാൻ കാണാറ്. അധികം പേര് കയറി ചെയ്യാറില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ബോഡി ശരിക്കും കുലുങ്ങും. അത് നമുക്ക് ഹെൽത്തിനും കുറച്ച് പ്രശ്നം തോന്നും. അതുകൊണ്ടായിരിക്കും ആൾക്കാരിത് അവോയ്ഡ് ചെയ്യുന്നത്. ഞാൻ കയറിയിട്ടില്ല. കാരണം കയറണ്ടെന്ന് എനിക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊന്നും കയറാറില്ല. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോയിട്ട് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പാന്തർ ആൻഡ് ടൈഗർ കേവ്സ് ആണ്. അതായത് പുലിയുടെയും കടുവയുടെയും കേവാണ്. അത് നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. എങ്ങനെയായിരുന്നു ഇവിടെ പുലി വന്ന് കയറിയത്. കാരണം പുലിക്ക് കറക്റ്റായിട്ട് പോകാനുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് നേരെ നിന്ന് പോകാൻ പറ്റാത്ത ഗുഹകളാണെല്ലാം. കുറച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉള്ളിലേക്ക് കയറിപ്പോകാം. നമുക്ക് കയറിപ്പോൾ കുറച്ച് പാടാണ്. നമ്മൾ എഴഞ്ഞ് പോകേണ്ടി വരും. ഇവിടെ ശരിക്കും പുലിയും കടുവയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ആ പുലിയും കടുവയുടെയും ഒരു ശബ്ദം വച്ചിട്ടുണ്ട് എന്നുള്ള ചോദിച്ചാൽ വേറെ ഒന്നുമില്ല. ഇപ്പോൾ ആ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. പഴയ കാലത്ത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ പുലിയൊക്കെ ചുമ്മാ കൂളായിട്ട് കയറി ജീവിച്ച ഒരു സ്ഥലമായിരുന്നു, അല്ലെങ്കിൽ കടുവ ജീവിച്ച സ്ഥലമായിരുന്നു എന്ന് മനസ്സിലാക്കുക. മഴയൊക്കെ വരുമ്പോൾ അവർക്ക്
മഴ നനയാണ്ടിരിക്കാൻ പറ്റിയ ഒരു പ്രകൃതി തന്നെ ഒരുക്കി കൊടുത്തൊരു വീട്. അതാണ് ഗുഹ എന്ന് നമ്മൾ പറയുന്നത്. പണ്ട് നമ്മൾ പുരാതന മനുഷ്യൻ ജീവിച്ചത് ഇങ്ങനെയുള്ള സ്ഥലത്ത് തന്നെയാണ്. വീടൊക്കെ ഉണ്ടാക്കാൻ അവർ പഠിക്കുന്നതിന് മുമ്പ് മരത്തിൻ്റെ മുകളിലും അല്ലെങ്കിൽ ഇതുപോലെ ഗുഹകളിലൊക്കെയായിരുന്നു മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരുന്നത്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാവരും മൃഗങ്ങൾ തന്നെയാണ്. ഇപ്പം മാത്രമാണ് നമ്മൾ മനുഷ്യരാണ് മൃഗങ്ങളല്ല എന്നൊക്കെ പറയുന്നത്. പക്ഷേ ബയോളജിക്കലി നോക്കുകയാണെങ്കിൽ എല്ലാവരും മൃഗങ്ങൾ തന്നെയാണ്. ഇത് പാറ വന്ന് വീണ് അല്ലെങ്കിൽ കുറേ കാലം കൂടി ആ പാറയ്ക്ക് വെള്ളം ഒക്കെ വന്ന് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ട് ഈ ലെവലിലേക്ക് ആയി മാറിയതാണ്. ഇപ്പോൾ എല്ലാം നല്ല സ്മൂത്തായ പാറകളാണ്. ഇവിടെ പടികൾ കാണാൻ എന്തായാലും മനുഷ്യരുണ്ടാക്കിയ പടികളാണ്. നമുക്കൊക്കെ ഇറങ്ങിപ്പോയി കാണാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ പടികൾ മാത്രമാണ്. ബാക്കിയെല്ലാം നാച്ചുറലി ഒക്കേഡ് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഇവിടെ വന്ന് പലരും വീഡിയോ എടുക്കുന്നുണ്ട്, പലരും യൂട്യൂബേഴ്സ് ആയിരിക്കാം. ഇവിടെ ഞാൻ ഓർത്തത് പാമ്പുണ്ടാവുന്നതാണ്, പക്ഷേ പാമ്പൊന്നും ഇതുവരെ കണ്ടില്ല. പക്ഷേ ഞാനൊരു ഗുഹയിൽ കയറിയപ്പോൾ ഒരു സൗണ്ട് കേട്ടു. അത് പാമ്പിൻ്റെ ആണോ ആരെയാണെന്ന് അറിയില്ല. എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ മൃഗങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ സംഭവങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഉള്ളിലേക്ക് പോകും തോറും മനുഷ്യർ പോകുന്ന കാരണം മാത്രമേ അവർ പുറത്തേക്ക് ഇറങ്ങാത്തേ ഉള്ളൂ. രാത്രി ഇവരൊക്കെ പുറത്തിറങ്ങണം. ഇതിൻ്റെ ഉള്ളിൽ പണ്ട് കടുവ താമസിച്ചിട്ടുണ്ടാവും. കാരണം കടുവയ്ക്ക് പോകാനുള്ള കറക്റ്റ് വഴിയുണ്ട്. നമുക്ക് എണിച്ചെന്ന് പോകാൻ പറ്റില്ല, ക്രോൾ ചെയ്ത് പോകേണ്ടി വരും. പക്ഷേ കറക്റ്റ് നല്ല തണുപ്പാണ്. ഈ കല്ലെന്ന ചെറിയായിട്ട് സാധനം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ അവിടെ കഴിഞ്ഞു. പക്ഷേ ഇത്രയും പോലെ ഇരുന്നല്ല, അങ്ങനെ മാറാൻ സാധ്യതയില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണമെങ്കിൽ ക്രോൾ ചെയ്ത് കുറേ അങ്ങോട്ട് പോവാം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമ്മൾ അതിനിപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വല്ല കടുവയായിട്ട് തിരിച്ചു പോരേണ്ടി വരും. എന്തായാലും ഇപ്പോൾ സൗകര്യമില്ലാത്ത കാരണം ഞാനിപ്പോൾ ഇന്ന് പോകണം. ഈ കല്ലൊക്കെ നല്ല മിനുസമാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്കിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, കല്ലൊക്കെ നല്ല രസമുണ്ട്. നല്ല ഇവിടെ അല്ലേ തന്നെ പുറത്ത് ഐസാണ്. ഇവിടെ ഇപ്പോൾ ഐസിൻ്റെ ഉള്ളിൽ ഫ്രീസർ കയറിയ പോലെയാണ് ഇപ്പോൾ ശരിക്കും. അതുകൊണ്ട് തന്നെ കേവിൻ്റെ ശരിക്കുള്ള എല്ലാ ഒരു ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ ഇതിൽ കാണാൻ പറ്റും. കേവിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കുമ്പോൾ ശരിക്കും ദൂരെ നിന്ന് കിട്ടണം. പക്ഷേ അങ്ങനെ ദൂരക്കാഴ്ച ഇതിൻ്റെ ഉള്ളിൽ കിട്ടില്ല. എന്നുവെച്ചാൽ എല്ലാം കല്ലിൽ അടുത്തടുത്താണല്ലോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ കാണാമെന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ലുക്ക് നമ്മൾ ഈ വീഡിയോ കാണുന്നതിലായിരിക്കില്ല. കുറച്ചും കൂടെ ഒരു വലുതാണെന്ന് സങ്കല്പിക്കുക. ഇവിടെ വെട്ടമില്ല ശരിക്കും. ഇതൊക്കെ നാച്ചുറലായിട്ടാണ്. ബാക്കി സ്ഥലത്തൊക്കെ വെട്ടത്തിന് വേണ്ടിയിട്ട് അവർ ബൾബ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഉള്ളു വരെ ബൾബ് ഇട്ടിട്ട് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല, നല്ല കൂരിട്ടായിരിക്കും. ഇതിപ്പോൾ പാന്തർ കേവിൻ്റെ ഉള്ളിലേക്ക് പോണ വഴികളാണ്. ഈ വഴിക്കിടക്കെ ഈ പാന്തർ പണ്ട് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അല്ല ഇപ്പോഴും വേണമെങ്കിൽ പോകാന്നേ ഉള്ളൂ. പുള്ളിക്ക് ഇപ്പോൾ അവിടെ നമ്മളാരും പോയില്ലെങ്കിൽ ഇപ്പോൾ പാന്തർ പിന്നെയും കയറി താമസിക്കും ഇവിടെയൊക്കെ. സോ ഇവരുടെ ഒരു ഫാമിലി താമസിച്ച സ്ഥലമാണെന്ന് മനസ്സിലാക്കുക. ഈ കടുവയുടെ ഫാമിലി ഇവരൊക്കെ കൂട്ടുകുടുംബമായിട്ട് ഭാര്യയും മക്കളും അമ്മാവന്മാരൊക്കെ ആയിട്ട് താമസിച്ച സ്ഥലമായിരുന്നു. പക്ഷെ നമ്മൾ മനുഷ്യർ കയറി അവരെ ആ പാവങ്ങളെ അവിടെ നിന്ന് ഒഴിച്ചു എന്നുള്ള ദുഃഖ സത്യം നമ്മൾ ഗുഹ കാണുമ്പോഴെങ്കിലും മനസ്സിലാക്കുക. ഇവരുടെ അമ്മാവൻ്റെ സ്ഥലമായ പാന്തറിൻ്റെ അമ്മാവനായ ടൈഗറിൻ്റെ അടുത്തേക്കുള്ള ഒരു ഇടവഴിയാണ് ഈ കാണുന്നത്. ആ ഒരു ഗുഹയുടെ അപ്പുറത്തേക്ക് വഴി ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ആ വഴിയിലേക്ക് അവർ തമ്മിൽ പണ്ട് മീറ്റ് ചെയ്തിട്ടുണ്ടാവാം, സംസാരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചരിത്ര ശേഷിപ്പാണ് ഈ കാണുന്നില്ല. അങ്ങനെ ഈ ചരിത്ര ശേഷിപ്പിലൂടെ പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി എന്നതിൽ ഞാനും അഭിമാനിക്കുന്നു. പിന്നെ നമ്മളിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകുന്തോറും ഇടുങ്ങിയാണ് വരുന്നത്. ഇടുങ്ങി വരുമ്പോൾ നമ്മുടെ ശരീരം ഇവരെക്കാളും വലുത്, അല്ലെങ്കിൽ പൊക്കത്തിൽ നിൽക്കുമ്പോൾ രണ്ടു കാലം നിൽക്കുന്ന മൃഗങ്ങളാണല്ലോ നമ്മൾ. അപ്പോൾ നമുക്ക് നിന്ന് പോകാൻ വലിയ ബുദ്ധിമുട്ടായ കാരണം ഞാൻ അധികം ഒന്നും പോകണ്ടെന്ന് വെച്ചേക്കായിരുന്നു. പക്ഷെ എന്തായാലും കാണുമ്പോൾ കൂടുതൽ പോകാൻ ടെംപ്റ്റേഷൻ വരും. അങ്ങനെ ടെംപ്റ്റേഷൻ്റെ ഇതിൽ പിന്നെ പടികളെ കാണുമ്പോൾ എന്തായാലും ആൾക്കാർ പോകണമല്ലെന്ന് ഓർത്തുകൊണ്ട് ഞാൻ പിന്നെയും ടെംപ്റ്റേഷൻ്റെ പുറത്ത് പിന്നെയും അങ്ങോട്ട് പോവുകയുണ്ടായി. ഇവിടെ ശരിക്കും ഇടവഴികൾ പറയുന്നുണ്ട്. ഇടവഴി മാത്രമല്ല, കുറച്ച് ഈ കടുവയ്ക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പാന്തറിനൊക്കെ ഇറങ്ങിപ്പോകാൻ പറ്റിയുള്ള ചെറിയ അല്ലെങ്കിൽ വെള്ളമൊന്നും കിട്ടാണ്ട്, അതായത് മഴ നനയാണ്ടിരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഇവിടെ കുറേ ഉണ്ട്. സൂക്ഷിച്ചാണെന്നുണ്ടെങ്കിൽ താഴെ പോകും. പക്ഷെ എന്നാലും ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണത്. പടികൾ കാണുമ്പോൾ കയറിപ്പോകാൻ തോന്നും. പക്ഷെ ഞാനിവിടെ മുട്ടുകുത്തിയും കൈ ഒക്കെ അങ്ങനെ പിടിച്ചിട്ട് കടുവനെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറിയത്. കാരണം ഈശ്വരവിശ്വാസം ഇല്ലെങ്കിലും ഈ കടുവകളിലൊക്കെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കാരണം അവർ പ്രത്യക്ഷപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്രയും ബുദ്ധിയുള്ള കാരണം നമ്മൾ അവരെയൊക്കെ സ്മരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയത്. വളരെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് നമുക്ക് നടക്കാൻ പറ്റുകയുള്ളൂ. വേറെ ഒരു വഴിയും ആ സമയത്ത് നമുക്ക് തോന്നില്ല. ഇവർ മുമ്പിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ബഹുമാനത്തിൻ്റെ കളിയായിരിക്കുമല്ലോ. അപ്പോൾ അതും നമ്മൾ ഗുഹ എത്തുമ്പോൾ നമ്മളിതൊക്കെ സ്മരിക്കും. ഇതിൻ്റെ അടിയിലേക്ക് ശരിക്കും ഇനിയിപ്പോൾ ഇഴഞ്ഞ് പോകേണ്ടി വരും. ഇപ്പോൾ ഇനി പാമ്പായിട്ട് മാറാൻ എനിക്ക് പറ്റാത്ത കാരണം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇത്രയ്ക്ക് മതി, ഇനി തിരിച്ചു പോകാന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞാൻ ഇപ്പോൾ തിരിച്ചു പോകണം. പാന്തർ കേവിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ട് പറ്റൂ. ഇപ്പോൾ കേട്ട ആ സൗണ്ട് ശരിക്കും കേൾക്കുകയാണെങ്കിൽ നമുക്ക് ബോധം പോകാൻ അധികം സെക്കൻഡൊന്നും വേണ്ട, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച്.
പിന്നെ അവിടുന്ന് ടൈഗർ കേവും പാന്തർ കേവ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വിശാലമായ ഒരു സ്ഥലമുണ്ട്, ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് ഓർത്ത് ഞാൻ അവിടെ ഇരിക്കുകയുണ്ടായി. അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഉത്തരാഖണ്ഡിൻ്റെ പ്രകൃതി മനോഹരമായ മലകളും എല്ലാം ഇങ്ങനെ കാണാം. നമ്മുടെ പഴയ സ്വഭാവം പുറത്തു വന്നു. അതായത് 100 രൂപയ്ക്കുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപയ്ക്കില്ല എന്ന് പറയാം. പക്ഷേ ഇതേപോലെ സ്ഥലം നമുക്ക് ഇന്ത്യയിൽ വേറെ ഒന്നും കാണാൻ പറ്റില്ല. ഇത് നാച്ചുറൽ ഫോർമേഷനിൽ ഒന്നാണല്ലോ. അപ്പോൾ ഈ നാട്ടുകാർക്ക് ഇത്തിരി പൈസയാവും, ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഡെവലപ്പാവും. അതിനുവേണ്ടി 100 കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ മലയാളിയുടെ സ്വഭാവമായിരിക്കുമല്ലോ, കാശ് കൊടുക്കാണ്ടിരിക്കാനാണ് നമ്മുടെയൊക്കെ ഒരു ഇൻട്രസ്റ്റ്. പക്ഷേ ഇതൊക്കെ എനിക്കിപ്പോൾ രസമായിട്ട് തോന്നുന്നുണ്ട്. കാശ് കൊടുക്കണമെന്ന് നമുക്കൊരു മടിയില്ല ഇതിൽ, കാരണം ഇവർ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു നാച്ചുറൽ ഗുഹ ഫോർമേഷൻ എന്നുള്ളത് കണ്ടെത്തി പണ്ട് ഇവിടെ കടുവയൊക്കെ കടന്നിട്ടുണ്ടാകും. ആ പാവങ്ങളുടെ വീടിപ്പോൾ അവന്മാരിപ്പോൾ മ്യൂസിയം പോലെ ആക്കി വെച്ചേക്കാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ അല്ലാണ്ട് കാണാനും പറ്റില്ല. ഇപ്പോൾ നമ്മൾ പോയ വഴിക്കടെ കുറച്ച് മുമ്പോട്ട് പോകാമായിരുന്നു. പക്ഷെ മുമ്പോട്ട് പോയി അവസാനം പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയെന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ നമ്മുടെ പേടിയായിരുന്നായിരിക്കും. ഞാൻ പിന്നെ ഒറ്റയ്ക്കാണ് വന്നത്. സോ അവിടെ വെച്ച് നിർത്തി തിരിച്ചു പോവുക ചെയ്ത്. ഇനി ഇവിടെ ഏപ്സിൻ്റെ ഗുഹകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഗുഹയിലാണ് താമസിക്കുന്നത്. അവർക്ക് സ്വന്തമായിട്ട് വീടുണ്ടാക്കാൻ പറ്റാത്തതിന് അവർക്ക് ഗുഹ വെച്ചിട്ടാണല്ലോ അവർക്ക് താമസിക്കാൻ പറ്റുള്ളൂ. സോ കൊടുങ്കാണ്ടുള്ളിലൊക്കെ ഇതൊക്കെ തന്നെ ആയിരിക്കും ഇപ്പോഴും അവസ്ഥ. മഴ നനയാണ്ടിരിക്കാനുള്ള സ്ഥലം എല്ലാവർക്കും വേണമല്ലോ. അപ്പോൾ ഇനി ഏപ്സിൻ്റെ ഉണ്ട്, സ്ക്യൂറൽ ഗുഹയുണ്ട്, അണ്ണാമാരുടെ ഗുഹ. അതൊക്കെ കഴിഞ്ഞോന്ന് എനിക്കറിയില്ല, പേര് കണ്ടാലേ അറിയുള്ളൂ. ഇനിയും കുറച്ച് പോകാനുണ്ട്. നമുക്കിങ്ങനെ പോണ വഴിക്ക് നോക്കാം. ഇവിടെ കുറച്ച് വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട്, അതുകൊണ്ട് വിശ്രമിച്ചതേ ഉള്ളൂ. നൈനിറ്റാൾ മലനിരകൾ ഞാനിവിടെ സ്ഥിരം കാണുകയാണ്. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഹൈറ്റിലാണ്, സ്റ്റീപ്പാണ്, ചെങ്കുത്തായിട്ടുള്ള മലനിരകളാണ് ഇതെല്ലാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അവിടെ നിന്ന് പിന്നെ വിശാലമായ മുളങ്കാട്ടിലൂടെ അടിയിലുള്ള ഗുഹകളിലേക്ക് പോവുകയാണ്. 4 ഗുഹകൾ ഇനി കാണാനുണ്ട്. അതിൽ കുരങ്ങന്മാരുടെ ഗുഹയൊക്കെ ഭയങ്കര സംഭവം നോർത്താണ് ഞാനീ പോണത്. അപ്പോൾ അങ്ങനെ പോയി പോകുന്ന വഴി തന്നെ നല്ല രസമുണ്ട്. ഇനി ഒരു ക്യാൻറ്റീനും ഗുഹകളൊക്കെയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ തന്നെ കാണാം. പോർക്യുപ്പൈൻ ഗുഹ. അതെന്നാണ് പോർക്യുപ്പൈൻ എന്ന് വെച്ചാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതോ ഒരു സാധനം അവിടെ എത്തിയപ്പോൾ ഒരു ജീവിയുടെ ഒരു സൗണ്ടൊക്കെ കേട്ടു. അത് ഏതോ ഒരു ജീവി എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നിട്ട് ഞാൻ ആ പോണ വഴിക്ക് തിരിഞ്ഞ് വളഞ്ഞ് പുറത്തേക്ക് തന്നെ ഇറങ്ങിപ്പോയി. പിന്നെ തിരിച്ച് വരികയുണ്ടായത്. കാരണം എനിക്ക് സ്ഥലകാലഭ്രമം കുറച്ച് നഷ്ടപ്പെട്ടു സംശയമായി. കാരണം നമ്മൾ പോകുമ്പോൾ പല വഴി കാണുമ്പോൾ കയറി അങ്ങ് പോകും. അത് ആർക്കും സംഭവിക്കാമെന്നാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ തിരിച്ച് നടന്ന് പോർക്യുപ്പൈൻ കേവ്. ഈ പോർക്യുപ്പൈൻ എന്താണെന്ന് നിങ്ങൾ ഡിക്ഷണറി നോക്കുക, ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പോൾ ആ ഒരാൾ താമസിച്ച ഒരു ഗുഹയാണിത്. ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകണം. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കണ്ടിട്ട് ഒരു ഇൻവൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇത്രയൊക്കെ കണ്ടിട്ട് ഉള്ളിൽ കയറണ്ടെന്ന് വെച്ചു. കാരണം വേറൊരാളുടെ ഒരു വാസസ്ഥലമായിരുന്നു. പിന്നെ നമുക്ക് കാണണമെന്ന് വലിയ ആഗ്രഹമില്ല. എനിക്ക് ഏപ്സിൻ്റെ ഗുഹ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഏപ്സിൻ്റെ ഗുഹ ഈ കാണുന്നതാണ്. ഈ ഇരിക്കുന്ന ഒരു ഏപ്പായിട്ടാണ് അവർ പറയണത്. അങ്ങോട്ടേക്ക് കംപ്ലീറ്റ് കയറാൻ സമ്മതിക്കില്ല, കാരണം കംപ്ലീറ്റ് വേര് കെട്ടി തിരിച്ചേക്കാണ്. അപ്പോൾ അവർ പണ്ട് താമസിച്ച സ്ഥലങ്ങളാണ് ഇതൊക്കെ. ആണ് ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും ഇങ്ങനെയാണ് ഗുഹ. ഇത്രയൊക്കെ പ്രൊട്ടക്ഷൻ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ ഒരു പുലിക്ക് വേണമെങ്കിൽ കയറി പോകുന്നേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അത്രയും പ്രൊട്ടക്ഷനൊക്കെ ഉള്ളൂ. അത് എല്ലാ ഗുഹയിൽ താമസിക്കാൻ ആർക്കും കയറി വരാവുന്നൊരു സ്ഥലം തന്നെയാണത്. അപ്പോൾ ആ പ്രൊട്ടക്ഷനെ പറ്റിയൊക്കെ മനുഷ്യർക്ക് തലച്ചുള്ള കാരണമാണ് അവർ വാതിലൊക്കെ പണിതത്. പണ്ടത്തെ ഗുഹകൾക്കൊന്നും വാതിലില്ലല്ലോ. സോ ഒരാൾക്ക് വേണമെങ്കിൽ കയറി അങ്ങ് പോകുന്ന വെച്ചാൽ കയറി പോകും. ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മൃഗം കയറി പോകുന്ന സ്ഥലങ്ങളാണ് എല്ലാ ഗുഹകളും. പിന്നെ അവിടെ ഫൈറ്റിംഗ് ആണ്, ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഫൈറ്റിംഗ് ആണ് എല്ലാ ഗുഹകളും നടക്കുന്നത്. ശത്രുവിന് എപ്പോഴും കയറി വരാവുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. വാതിലടയ്ക്കാൻ മറന്നുപോയ വാസസ്ഥലങ്ങളാണ് ഗുഹ എന്ന് പറയുകയാണെങ്കിൽ. ഫ്ലൈങ് ഫോക്സ് കേവിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ മനുഷ്യർ ജീവിച്ച ഗുഹയൊന്നും കാണുന്നില്ല. അവർക്ക് എന്തായാലും ഗുഹയിലായിരിക്കുമല്ലോ പണ്ട് ജീവിച്ചത്. ഇവിടെ ഞാൻ കണ്ടൊരു കാഴ്ച, കപ്പിൾസ് വന്നിട്ട് കപ്പിളിൽ പെണ്ണ് വളഞ്ഞുറ്റി നിൽക്കുക, തിരിഞ്ഞ് നിൽക്കുക, അതിൻ്റെ ഫോട്ടോ എടുക്കുക, ഇങ്ങനെയുള്ള കുറേ കാഴ്ചകൾ സ്ഥിരമായിട്ട് കണ്ടു. പിന്നെ കുറച്ച് കുഞ്ഞു പിള്ളേർ, കോളേജ് വിദ്യാർത്ഥിനികൾ വന്നിട്ട് ഈ ഗുഹയുടെ ഉള്ളിലേക്ക് കയറി പോണ കണ്ടു. അപ്പോൾ അവർ ചങ്കൂറ്റത്തെ നമ്മൾ മനസ്സാൽ പ്രശംസിക്കുകയുണ്ടായി. കാരണം എനിക്ക് എന്തായാലും ഉള്ളിൽ കയറി പോകുന്നതല്ല. പിന്നെ അവർ പിന്നെ കൂട്ടമായിട്ട് വന്നായിരുന്നായിരിക്കാം, ആ ഒരു എനർജിയിൽ കയറി പോകണമായിരിക്കാം. പക്ഷേ എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് വന്ന കാരണം എനിക്ക് കയറി പോകാനുള്ള എനർജിയും ഇല്ല, ധൈര്യവും ഇല്ല, ഒന്നുമില്ല. കാരണം കയറി പോയാൽ തിരിച്ചു വരാൻ പറ്റുമെന്ന് ഉറപ്പൊന്നുമില്ല. കാരണം അങ്ങനെയാണ് ഗുഹകളുടെ ഒരു മേക്കപ്പ്. പിന്നെ എങ്ങാനും നമ്മൾ വീണൊക്കെ പോകാൻ സാധ്യത ഉള്ള ഏരിയകളുണ്ട്. കൊക്ക പോലത്തെ സ്ഥലങ്ങളൊക്കെ കുറേ ഉള്ളിലുണ്ട്. പിന്നെ ഇതിൽ ഞാൻ കണ്ട വേറെ കാഴ്ച, ഈ ആണും പെണ്ണും വരുമ്പോൾ ആണിന് കൂടുതൽ ആവേശം കയറുന്നു, അവരുള്ളിലേക്ക് കയറി പോകുന്നു. പിന്നെ പെണ്ണ് അതിൻ്റെ പുറകെ പോയിട്ട് ബഹളം വയ്ക്കുന്നു. ഇതൊക്കെ ഞാൻ ഇവിടെ 2-3 സ്ഥലത്ത് കണ്ടു. ആവേശം കയറുക എന്നുള്ളത് ആളുകൾക്കൊരു പ്രശ്നമുള്ളതാണല്ലോ. സോ ഇതും ഇവിടെ ഉണ്ട് ഒരു ഏപ്സ് കേവ്. എവിടെയാണ് ഏപ്സ് കേവ് ഉള്ളത്. മറ്റേതും ഒരു കേവായിരുന്നു, ഇതും ഒരു ഏപ്സ് കേവാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പെൺകുട്ടികൾ കയറി പോകുന്നുണ്ട്.
ഇങ്ങനെ കയറി അപ്പുറത്തേക്ക് ഇറങ്ങി പോരാം. പക്ഷേ ഞാൻ നോക്കിയിട്ട് അത്രയും ബുദ്ധിമുട്ട് എനിക്ക് പോകേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ സാധാരണ മനുഷ്യർ കയറിപ്പോവും. കാരണം ആ വഴിക്ക് പോയാൽ പുണ്യം കിട്ടുന്നൊന്ന് വാക്ക് പറഞ്ഞാൽ മതി. ഏത് കണ്ണുകൂട്ടരും അല്ലെങ്കിൽ കാല് സുഖമില്ലാത്തതും പോലും പുണ്യം കിട്ടുമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കയറിപ്പോരും. അതാണ് മതത്തിൻ്റെ ഒരു ഗുണം. ഈ വഴിക്കിടെ കയറി ഇറങ്ങി വരാം. അപ്പോൾ ഇപ്പം കണ്ട ആ ഒരു ഇടുങ്ങിയ സ്ഥലത്തേക്ക് വന്നാൽ ഈ വഴിക്കിടെ ഇറങ്ങിപ്പോരാം. പക്ഷേ ഇവിടെ പിന്നെ അവർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതുകൊണ്ട് എന്നിട്ടും കയറി വരുന്ന ആൾക്കാരുണ്ട്. ഒരു അഡ്വഞ്ചറസിന് വേണ്ടിയിട്ട് മാത്രം പോകുന്ന ആൾക്കാർക്ക് അങ്ങനെയൊക്കെ വരാം. നമ്മുടെ നാട്ടിൽ പാവനാശിനി അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചാൽ ആൾക്കാർ എന്ത് കഷ്ടപ്പെട്ടാലും അതിൻ്റെ ഉള്ളിൽ കിട ഞോണ്ടൊക്കെ പോരും. കാരണം അത്ര അന്ധവിശ്വാസമാണ് നമ്മുടെ നാട്ടുകാർ. ഇവിടെ അത്രയ്ക്ക് ഇവിടെയുണ്ട് അന്ധവിശ്വാസം. പക്ഷേ ഇവർക്ക് അങ്ങനെ ഒരു യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. ഈ കാണുന്നത് ഒരു സൈക്കിൾ റൈഡിംഗ് ആണ്. ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു സ്പോർട്സ് ആക്ടിവിറ്റി. പക്ഷേ ആരും അവിടെ കയറി ഞാൻ കണ്ടില്ല. ഇവിടുന്ന് നോക്കിയാലും ഉത്തരാഖണ്ഡിൻ്റെ നല്ലൊരു ഏരിയ, ഇത് നല്ലൊരു വലിയൊരു സ്ഥലമായ കാരണം കാണാൻ പറ്റും. ഒരു മിനി ഇംഗ്ലണ്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്നേ ഉള്ളൂ. ഇംഗ്ലണ്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും മിനി ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ വീഡിയോസും ഫോട്ടോയും കണ്ട് മനസ്സിലായൊരു കാര്യമാണ്. പിന്നെ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു ക്യാൻറ്റീൻ ഉണ്ട്. ക്യാൻറ്റീൻ കഴിഞ്ഞിട്ട് ചെറിയൊരു ഫോട്ടോഗ്രാഫി ഏരിയ ഉണ്ട്. ഈ കാണുന്നൊരു ഫോട്ടോഗ്രാഫി ഏരിയ എന്നാണ് പറയുന്നത് കുറച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് പിന്നെ തിരിച്ച് നമ്മൾ എൻട്രൻസിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. അതാണ് ഇവിടുത്തെ ഒരു എക്കോ കേവ് പാർക്കിൻ്റെ ഒരു ഏകദേശ രൂപം ഇതൊക്കെ തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇവിടെ ബാക്കിയുള്ള സ്ഥലങ്ങളെ പോലെ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും സ്വച്ഛ് ഭാരത് വന്നേ പിന്നെ എല്ലായിടത്തും വൃത്തിയൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാവരും നോക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ആൾക്കാർ വരില്ല എന്നൊരു ബോധം നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടുകാർ പുറത്ത് പോയാൽ ആർക്കും പുറത്തുള്ള സ്ഥലങ്ങൾ കാണാമല്ലോ. ഇത് ചെറിയൊരു പാർക്കാണ് കുട്ടികളുടെ. സോ നീറ്റ്നെസ് എല്ലായിടത്തും ഉണ്ട്. അതും ഇവർ കീപ്പ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ സൈനിങ് ഓഫാണ്. കേവ് വിട്ട് പുറത്തേക്ക് പോകുന്നു. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ വരുമില്ലെങ്കിൽ ഇതോടെ ഞാൻ പോവുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. നാനിട്ടാലും അവസാനത്തെ ദിവസമാണെന്ന് ഞാൻ നാട്ടിൽ പോവുകയാണ്. പക്ഷേ പിന്നെ വരാനുള്ള ആഗ്രഹം കാരണം വന്നു പോയതാണ്. ഒരു പ്രത്യേക രസമുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇംഗ്ലണ്ടിലൊക്കെ പോയാൽ, ഇംഗ്ലണ്ടിൽ ഞാൻ പോയിട്ടില്ല, പക്ഷേ വീഡിയോയൊക്കെ കണ്ട് പരിചയമുള്ളൊരു ഇംഗ്ലണ്ടിൻ്റെ പോലെയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. ആകെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാർ മാത്രമേ ഇവിടെ കാണാൻ പറ്റുള്ളൂ. മറ്റന്മാരെ ആരും കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് പക്ഷേ നമുക്ക് നല്ല രസമുണ്ട്. കാരണം അതേ കാലാവസ്ഥയിൽ നമുക്ക് ഇന്ത്യക്കാരെ കണ്ട് ഇന്ത്യയിൽ നിൽക്കാമെന്ന് പറഞ്ഞാൽ ഒരു വലിയ അവസ്ഥ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ശരിക്കും ബാക്കി എല്ലാവരും പോയി ബ്രിട്ടീഷുകാർ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചറുകൾ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് ഇന്ത്യ എന്ന്. അല്ലെങ്കിൽ ഇന്ത്യ എന്ന് ഒരിക്കലും പറയില്ല. ബാക്കിയെല്ലാം യൂറോപ്പ് പോലെ തന്നെയാണ്. യൂറോപ്പ് ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഏതാണ്ട് അതിൻ്റെ പൈൻമരവും എല്ലാം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. സോ പിന്നെയും ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാനും ഒന്ന് വന്നേ ഉള്ളൂ. ഇത് പിന്നെയും കാണിക്കാൻ എനിക്ക് അത്ര ആഗ്രഹമില്ല. കാരണം കണ്ട് മടുത്തു, നിങ്ങൾക്ക് കണ്ട് മടുത്തുണ്ടാവും. പക്ഷേ എന്തായാലും ഒന്നൊന്നിറക്കി വേണ്ടി ഒന്നൊന്ന് മാത്രമേ ഉള്ളൂ. വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പിന്നെ കാണാം. എക്കോ കേവിൽ നിന്ന് പിന്നെയും നൈനിറ്റാലിൻ്റെ സെൻട്രൽ പോയിൻ്റ് എത്തി. നൈനി തടാകത്തിലെത്തി. നൈനി ദേവി ക്ഷേത്രമൊക്കെ ഇവിടെ തന്നെയാണ്. ഇവിടെ ഈ പറഞ്ഞ മതസൗഹാർദ്ദം എന്ന പേരിൽ എല്ലാ സ്ഥലവും അവിടെ ഉണ്ട്. എല്ലാ ആരാധനകളും കൂടിയൊരു സ്ഥലം, പിന്നെ ഒരു സെൻട്രൽ ഗ്രൗണ്ട്, പിന്നെ അപ്പുറത്ത് നൈനി തടാകം. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും അവിടെ ഇല്ല. മതത്തിൻ്റെ പേരിലൊന്നും ഇവർ വഴക്കുണ്ടാക്കുന്നില്ല എന്നുള്ളൊരു സംഭവം കൂടെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഈ തടാകത്തിൻ്റെ ഭംഗി എപ്പോഴത്തെ കണ്ടാലും മതിയാവില്ല. അപ്പോൾ ഞാൻ ഈ തൊട്ട് നൈനിറ്റാൽ എപ്പോൾ പോയാലും ഇവിടെ വരും എന്നുള്ള എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്ര അട്രാക്ഷനാണ്. തന്നെ വന്നു പോകും. നമ്മൾ വണ്ടി എടുത്ത് തന്നെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെട്ട് വന്നു പോവുകയാണ്. ബോട്ട് ആക്ടിവിറ്റി ഞാനത് നടത്തണില്ല. എന്നാലും ഇവിടെ വരിക എന്നുള്ളൊരു ഭയങ്കര രസമുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി പിന്നെയും വരും. അപ്പോൾ ഇന്നത്തോടെ നൈനിറ്റാൽ യാത്ര തീർക്കുകയാണ്. തിരിച്ചു പോകുന്നതിന് മുമ്പ് കുറച്ച് കാഴ്ചകൾ ഒന്നുകൂടെ എടുക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് വന്നത്. കേവിലേക്ക് മാത്രം പോയതായിരുന്നു ഞാൻ. പക്ഷേ കേവിൽ നിന്ന് പിന്നെ ഒന്നുകൂടെ ഇവിടെ വന്നിട്ട് ഒന്നുകൂടെ എടുക്കാമെന്നുള്ള ഒരു കൺസെപ്റ്റിൽ പിന്നെയും വന്നതാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം വിശദമായിട്ട് കണ്ടതാണ്. എന്നാലും ഒന്നുകൂടെ രണ്ടാമത് കാണുമ്പോഴും കുറച്ച് പുണ്യം കിട്ടുമല്ലോ. ആ പുണ്യം കിട്ടിക്കോട്ടെ എന്നോർത്തുകൊണ്ടാണ് ഞാൻ രണ്ടാമതും ഈ വീഡിയോ എടുത്തത്. നമ്മളെല്ലാവരും പുണ്യം ബേസ്ഡ് ആയിട്ടാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുക, അല്ലാണ്ട് നമ്മൾ വർക്ക് ചെയ്യില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ കുറച്ച് പുണ്യം കിട്ടാൻ വേണ്ടി ഞാൻ പിന്നെയും നൈനിറ്റാലെത്തി. അങ്ങനെ ഈ ഒരു ഭംഗി ആസ്വദിച്ചു. ഈ വരുന്ന വരവിൽ ഞാൻ ഒരാളെ വഴിയിൽ സഹായിക്കുകയും ചെയ്തു. സഹായിക്കാൻ മനസ്സില്ലെങ്കിൽ പോലും സഹായിക്കേണ്ട വന്നു. കാരണം പെട്രോൾ നഷ്ടപ്പെട്ട ഒരാൾ നിൽക്കണ്ടായിരുന്നു. പിന്നെ അയാൾക്ക് വേണ്ടി പെട്രോൾ എടുക്കാൻ വേണ്ടി വന്ന് തിരിച്ച് അയാളെ അവിടെ കൊണ്ടുവിട്ടു. അങ്ങനെ ഒരു പുണ്യപ്രവൃത്തി ഞാൻ എൻ്റെ ഇടയ്ക്ക് ചെയ്തു. പിന്നെ ഞാൻ നൈനിറ്റാലിൽ നിന്ന് തന്നെ പോവുകയാണ്. പിറ്റേ ദിവസമാണിത്. അവിടെ നിന്ന് തിരിച്ച് മീററ്റിലേക്ക് പോണ വഴിയാണ്. അപ്പോൾ സൂര്യൻ പയ്യെ ഉദിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാറിൽ നിന്നെടുത്ത ഒരു സീനാണ് ഈ കാണുന്നത്. ഇത്രയും നല്ലൊരു സീൻ ലോകത്തെവിടെയും കാണാൻ പറ്റും. ലോകത്തെവിടെ പോയാലും ഈ ആകാശമുണ്ട്, സൂര്യനുണ്ട്. പിന്നെ അടിയിലേക്കുള്ള ഭാഗം മാത്രമേ മാറുകയുള്ളൂ. ആകാശത്തിലേക്കുള്ള കാഴ്ചകൾ കാണുന്നവർ പിന്നെ
അത്രയും ഭംഗിയുള്ള സംഭവം ഒന്നും അടിയിലേക്ക് കാണാൻ പോലും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ആകാശ കാഴ്ച ഏറ്റവും നല്ലതാണ്. പിന്നെ കാണാം.